ഈരാറ്റുപേട്ടയിലുണ്ടായ പ്രളയം നേരിടുന്നതിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചതായി യൂത്ത് ലീഗിന്റെ ആരോപണം. മുതിർന്ന നേതാക്കൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനെത്തിയില്ലെന്ന് യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഷിഹാബ് ആരോപിച്ചു. യൂത്ത് ലീഗ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അമീൻ പിട്ടയിലും സമാന ആരോപണവുമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ യൂത്ത് ലീഗിന്റെ ആരോപണം നിഷേധിക്കുകയാണ് മുസ്ലിം ലീഗ് കോട്ടയം ജില്ലാ നേതൃത്വം. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടു നിന്നുകൊണ്ട് കൂടുതൽ സഹായങ്ങൾ, കൂടുതൽ അവശ്യ വസ്തുക്കളൊക്കെ ആ സമയത്ത് ഈരാറ്റുപേട്ടയിൽ എത്തിക്കുന്നതിൽ നിന്ന് അവർക്കൊരു ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രതിഷേധം യൂത്ത് ലീഗ് അവരെ അറിയിച്ചിട്ടുണ്ട്. അതവിടെ കഴിഞ്ഞു. നമ്മുടെ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരോട് അവരുടെ അഭിപ്രായ വ്യത്യാസം പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരവരുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അതൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു വിരോധമോ വൈരാഗ്യം തീർക്കലോ അവരെ തടയലോ അത്തരം പ്രവർത്തികളൊന്നും അവിടെ നടന്നിട്ടില്ല. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്കുള്ള അഭിപ്രായ വ്യത്യാസം അവരെ അറിയിക്കുക മാത്രമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ജ്യോതിഷ് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ജ്യോതിഷ്, എന്താണ് സംഭവം? എന്തെല്ലാം ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്? അരുതി, ഈരാറ്റുപേട്ടയിലുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള രക്ഷാപ്രവർത്തനത്തിൽ യൂത്ത് ലീഗിന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനോട് കൃത്യമായിട്ടുള്ള അതൃപ്തി ഉണ്ടെന്നുള്ളത് പകൽ പോലെ വെളിച്ചമാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ മന്ത്രിയായ PK ബഷീർ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ സമയത്ത് ഒരു ചെറിയ തോതിലുള്ള ഒരു പ്രതിഷേധം പോലെയുള്ള ഒരു അസ്വാരസ്യങ്ങളെല്ലാം തന്നെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ യൂത്ത് ലീഗ് ഇപ്പോൾ പറയുന്നത് അത് ജില്ലാ നേതൃത്വത്തിനെതിരെ ഉള്ള ഒരു വിമർശനവും ജില്ലാ നേതൃത്വത്തിന്റെ ഏകോപനത്തിലുണ്ടായ പരാജയവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആ ഒരു അതൃപ്തിയാണ് യൂത്ത് ലീഗ് ഉന്നയിച്ചത്. അത് നേരത്തെ തന്നെ ഉള്ളൊരു പരാതി തന്നെയായിരുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നാണ് യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ മുഹമ്മദ് ഷിഹാബ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റായ അമീൻ പിട്ടയിലും ഇതേ സമാനമായ ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. കാരണം അമീൻ പിട്ടയിലിന്റെ ആരോപണം സംസ്ഥാന നേതൃത്വത്തിനെതിരെയായിരുന്നു. ആ ദുരന്തം നടന്ന സമയത്ത് മറ്റ് മന്ത്രിമാരോ 5 മന്ത്രിമാരുണ്ടായിട്ട് ആരും തന്നെ എത്തിയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ അന്വേഷിച്ച് ആരും തന്നെ വന്നില്ല. നേതാക്കന്മാരാരും തന്നെ ഈ ഈരാറ്റുപേട്ടയിലേക്ക് എന്ത് നടന്നു എന്നുള്ളതൊരു അന്വേഷണമോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതോ ഈ ജില്ലാ നേതാക്കളെ, യൂത്ത് ലീഗിന്റെ ജില്ലാ നേതാക്കളെ ഒന്നും തന്നെ വിളിച്ച് അന്വേഷിച്ചില്ല. ഇത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെയായിരുന്നു യൂത്ത് ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് PK ബഷീർ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ഈ ഈരാറ്റുപേട്ട സ്ഥലം സന്ദർശിച്ച സമയത്തായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ തോതിലുള്ള ഒരു പ്രതിഷേധവും ശബ്ദമുയർത്തലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ പിന്നീട് പരിഹരിക്കപ്പെട്ടു. അത്തരത്തിൽ യാതൊരു വിഷയങ്ങളുമില്ല. ഇതെല്ലാം തന്നെ ഉണ്ടായ ഒരു വൈകാരികമായിട്ടുണ്ടായ ഒരു ഇത് മാത്രമാണെന്നാണ് യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ മുഹമ്മദ് ഷിഹാബ് പറയുന്നത്. പക്ഷേ അപ്പോഴും ബാക്കിയായി നിൽക്കുന്നത് ഈ ദുരന്ത സമയത്ത് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ഈരാറ്റുപേട്ടയെ കൃത്യമായിട്ടുള്ള ഒരു പരിഗണന കൊടുത്തില്ല എന്നുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അസ്വാരസ്യം, സ്വരച്ചേർച്ച എല്ലാം തന്നെ ഈരാറ്റുപേട്ടയിലെ യൂത്ത് ലീഗിനുണ്ടെന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലുള്ള പ്രാദേശികമായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ടെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.